ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ജില്ലയുടെ LD ക്ലർക്ക് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 840 രൂപ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ്? നമുക്ക് ഡിസ്കൗണ്ട് ശതമാനമാണ് കാണേണ്ടത്. അപ്പൊ വിൽപ്പന വില എത്രയാണ്, അഥവാ പരസ്യവില എന്ന് പറയുന്നത് 840 ആണ്. വിറ്റ വില 714. അപ്പൊ 840 നിന്ന് 714 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്കൗണ്ട് കിട്ടും. ഡിസ്കൗണ്ട് എത്രയാണ്? 126 രൂപയെന്ന് കിട്ടും. നമുക്ക് കാണേണ്ടത് ഡിസ്കൗണ്ട് ശതമാനമാണ്. ഈ 126 എന്ന് പറയുന്നത് പരസ്യവിലയായ 840ന്റെ എത്ര ശതമാനമാണെന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പോ ഡിസ്കൗണ്ട് ശതമാനം കാണാനായിട്ട് ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ പരസ്യവില 840 ഇൻറ്റു 100 ചെയ്താൽ മതി. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് ശതമാനം കിട്ടും. അപ്പൊ ഡിസ്കൗണ്ട് 126 ആണ്. 126 ഡിവൈഡഡ് ബൈ 840 ഇൻറ്റു 100 ചെയ്യുക. വെട്ടാം. 0 കട്ട് ചെയ്യാം. 10ന് 2 വെച്ച് 5 തവണ. 84ന് 2 വെച്ച് കട്ട് ചെയ്യാം. 42 തവണ. ഈ 42നെ 126 വെച്ച് കട്ട് ചെയ്യാം. 126ൽ 42 3 തവണ. അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടി? 3 ഇൻറ്റു 5 എന്ന് കിട്ടി. 3 ഗുണം 5 എത്രയാണ്? 15. അപ്പൊ ഡിസ്കൗണ്ട് എത്രയാണ്? 15%. ഡിസ്കൗണ്ട് എത്രയാണ്? 15%. ഓപ്ഷൻ ബി 15% നമ്മുടെ ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ചോദ്യം. 11 സംഖ്യകളുടെ ശരാശരി 66 ആണ്. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 72 ആയി. ചേർത്ത സംഖ്യ ഏത്? അപ്പൊ പുതുതായിട്ട് ചേർത്ത സംഖ്യ ഏതെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. 11 സംഖ്യകളുടെ ശരാശരി 66 ആണ്. അപ്പൊ 11നെ 66 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? തുക കിട്ടും നമുക്ക്. 11 ഗുണം 66 726 എന്ന് കിട്ടും. ഇനി ഒരു സംഖ്യ കൂടെ ചേർത്തപ്പോൾ അപ്പൊ എത്രയായി? 12 സംഖ്യകളായി. 12 സംഖ്യകളുടെ ശരാശരി 72 ആണ്. അപ്പൊ 72 ഇൻറ്റു 12 എത്ര വരും? 864 എന്ന് വരും. 864. ഈ 864ൽ നിന്ന് 726 കുറച്ചാൽ നമുക്ക് പുതുതായിട്ട് ചേർത്ത സംഖ്യ കിട്ടും. 864ൽ നിന്ന് 726 കുറച്ചാൽ എത്ര കിട്ടും? 138 എന്ന് കിട്ടും. ഈ 138 ആണ് പുതുതായിട്ട് ചേർത്ത സംഖ്യ. അപ്പൊ പുതിയതായിട്ട് ചേർത്ത സംഖ്യ എത്രയാണ്? 138. നമുക്ക് മറ്റൊരു രീതിയിൽ കൂടെ ചെയ്യാം. നോക്കാം. 11 സംഖ്യയുടെ ശരാശരി 66. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 72. അപ്പോൾ ശരാശരിയിലെ വ്യത്യാസം നമുക്ക് നോക്കാം. 72 മൈനസ് 66 എത്ര കിട്ടും? 6 എന്ന് കിട്ടും. ശരാശരിയിലെ വ്യത്യാസം 6 ആണ്. ഈ 6നെ പഴയ എണ്ണം കൊണ്ട് ഗുണിക്കണം. 11 ഗുണം 6 66 എന്ന് കിട്ടും. ഈ 6നെ ശരാശരിയിലെ വ്യത്യാസത്തിനെ പഴയ സംഖ്യ കൊണ്ട് ഗുണിക്കണം. അപ്പൊ എത്ര കിട്ടും? 66 എന്ന് കിട്ടും. ഇനി ഇതിനോടുകൂടി പുതിയ ശരാശരി എത്രയാ? 72. ആ പുതിയ ശരാശരി ഇതിനോടുകൂടി കൂട്ടിയാൽ നമുക്ക് പുതുതായിട്ട് ചേർത്ത സംഖ്യ എത്രയെന്ന് കിട്ടും. കണ്ടോ? ഇങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. 138. രണ്ടിലേതാണോ എളുപ്പം ആ രീതിയിൽ ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. എന്നാൽ 2 പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയുവാൻ എത്ര സമയം വേണ്ടിവരും? അപ്പൊ 3 പൈപ്പ് 1 മണിക്കൂർ 30 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയ്ക്കുന്നു. അപ്പൊ 2 പൈപ്പ് കൊണ്ട് ടാങ്ക് നിറയ്ക്കാൻ എത്ര സമയം വേണമെന്നാണ് ചോദ്യം. നമുക്ക് M1 T1 = M2 T2 ഈ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. ഇവിടെ M1 എന്ന് പറയുന്നത് 3 പൈപ്പാണ്. 3 ഇൻറ്റു ടൈം എത്രയാണ്? 1 മണിക്കൂർ 30 മിനിറ്റ് ആണ്. നമുക്ക് ഈ 1 മണിക്കൂർ 30 മിനിറ്റിനെ മൊത്തത്തിൽ മിനിറ്റിലേക്ക് മാറ്റാം. അപ്പൊ എത്ര കിട്ടും? 90 മിനിറ്റ് എന്ന് കിട്ടും. അങ്ങനെ എടുക്കാം. 1 മണിക്കൂർ 30 മിനിറ്റ് എന്ന് പറയുന്നത് 90 മിനിറ്റ് ആണ്. അപ്പൊ 3 പൈപ്പുകൾ 90 മിനിറ്റ് കൊണ്ട് ഒരു ടാങ്ക് നിറയ്ക്കും. അങ്ങനെയെങ്കിൽ 2 പൈപ്പുകൾ
എത്ര സമയം എടുക്കും എന്നാണ് ചോദ്യം. കാണാനായിട്ട് എന്ത് ചെയ്യണം? ഈ രണ്ടിനെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ 3 × 90 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും അല്ലേ? അപ്പൊ എത്ര കിട്ടും? 2 90 വെച്ച് കേട്ടാ 45. 45 3 എത്രയെന്ന് കിട്ടും? 135 എന്ന് കിട്ടും. ഈ 135 മിനിറ്റ് ആണിത്. 135 എന്ന് പറയുന്നത് 135 മിനിറ്റ് ആണ്. 135 മിനിറ്റ് നമുക്ക് മണിക്കൂറിലേക്ക് മാറ്റാം. 120 മിനിറ്റ് ആകുമ്പോൾ 2 മണിക്കൂറായി. 120 മിനിറ്റ് ആകുമ്പോൾ 2 മണിക്കൂറായി. ബാലൻസ് 15 മിനിറ്റ് ഉണ്ട്. അപ്പൊ ആൻസർ എത്ര വരും? 2 മണിക്കൂർ 15 മിനിറ്റ് എന്ന് വരും. 135 മിനിറ്റ് എന്ന് പറയുന്നത് 2 മണിക്കൂർ 15 മിനിറ്റ് ആണ്. ആൻസർ ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോ 3 പൈപ്പുകൾ 90 മിനിറ്റ് കൊണ്ട് ഒരു ടാങ്ക് നിറയ്ക്കും. 2 പൈപ്പുകൾ അത് എത്ര സമയം എടുക്കും എന്നാണ് ചോദ്യം. 3 × 90/2. അപ്പോ 135 എന്ന് പറയും. 135 എന്ന് പറയുന്നത് നമുക്ക് മിനിറ്റിലാണ് കിട്ടുന്നത്. ആ 135 മിനിറ്റിനെ നമ്മൾ മണിക്കൂറിലേക്ക് മാറ്റുന്നു. അപ്പോൾ 2 മണിക്കൂർ 15 മിനിറ്റ് എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്ന സമവാക്യത്തിലെ കെയുടെ വില എത്ര? അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന സമവാക്യത്തിലെ കെയുടെ വില എത്ര എന്നാണ് ചോദ്യം. 2k+1 × 2⁵ = 2�7. ഇതാണ് തന്നിരിക്കുന്ന സമവാക്യം. ഇതിലെ കെയുടെ വിലയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ ഇവിടെ എന്താണ്? നമുക്ക് എന്ത് വെച്ച് ചെയ്യാം? a⁻m × a⁻n = a⁻m+n എന്ന ഇക്വേഷൻ വെച്ച് നമുക്ക് ഇവിടെ ചെയ്യാം. ഈ കൃത്യംഗം വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്? 2k+1 × 2⁵ ആണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? a⁻m × a⁻n ഫോമിലാണ് ഇത് കിടക്കുന്നത്. നമുക്കതിനെ 2k+1 ഇവിടുത്തെ 5 എന്ന് എഴുതാം. അപ്പൊ എത്രയെന്ന് കിട്ടും? 2�7 ഈ ഫോമിൽ കിട്ടും. അപ്പൊ ഇവിടെ എന്താണ്? ബേസ് രണ്ടും സെയിം ആണ്. ബേസ് രണ്ടും സെയിം ആണെങ്കിൽ എന്താണ്? പവറും സെയിം ആയിരിക്കും. ബേസ് രണ്ട് സെയിം ആണെങ്കിൽ പവറും സെയിം ആയിരിക്കും. ഇവിടെ ബേസ് 2 ആണ്. അപ്പൊ പവർ എന്ന് പറയുന്നത് k+1+5 = 7 എന്ന് വരും. k+1+5 എന്ന് പറയുന്നത് എന്തെന്ന് വരും? 7 എന്ന് വരും. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? k+1+5 എന്ന് പറയുന്നത് k+6 ആണ്. k+6 7 ആണെങ്കിൽ k എന്ന് പറയുന്നത് 7 - 6 = 1 എന്ന് കിട്ടും. അപ്പോ കെയുടെ വില എത്രയെന്ന് കിട്ടി? നമുക്ക് 1 എന്ന് കിട്ടി. ഓപ്ഷൻ എ ആണ് ഉത്തരം. നമുക്ക് a⁻m × a⁻n = a⁻m+n എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചാണ് നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത്. 2k+1 × 2⁵ നമുക്ക് 2k+1+5 എന്ന് എഴുതാം. അതെന്തിനു തുല്യമായിരിക്കും? 2�7 തുല്യമായിരിക്കും. ഇവിടെ പവർ രണ്ടും സെയിം ആയത് കാരണം, ബേസ് രണ്ടും സെയിം ആയത് കാരണം പവറും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? k+1+5 = 7 എന്ന് കിട്ടും. അതായത് k+6 7 ആണ്. അപ്പൊ k എന്ന് പറയുന്നത് 7 - 6 = 1 എന്ന് കിട്ടും. കെയുടെ വാല്യൂ 1. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 5ാമത്തെ ക്വസ്റ്റ്യൻ. എ ഒരു ജോലി 20 ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു. എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി പൂർത്തീകരിക്കാൻ 12 ദിവസം എടുക്കുന്നു. എന്നാൽ ബി മാത്രമായി പ്രസ്തുത ജോലി പൂർത്തീകരിക്കാൻ എത്ര ദിവസം എടുക്കും? ഇതാണ് ചോദ്യം. അപ്പൊ എന്താണ്? എ എന്ന് പറയുന്ന എത്ര ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കുന്നത്? 20 ദിവസം കൊണ്ട്. എയും ബിയും കൂടെ ചേർന്ന ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? 12 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കുന്നത്. അപ്പൊ ഇതിലെ ജോലി നമുക്ക് ഇതിന്റെ എന്തെടുക്കാം? LCM എടുക്കാം. ഈ 20ന്റെയും 12ന്റെയും LCM എടുക്കാം. അതാണ് ഒരു ജോലിയായിട്ട് നമ്മൾ കരുതേണ്ടത്. അപ്പൊ എത്രയാണ്? 60 എന്ന് കിട്ടും നമുക്ക് LCM. 12ന്റെ 20ന്റെ LCM എത്രയാണ്? 60. ഇനി ഈ 60നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. ഈ 60നെ 20 കൊണ്ട് ഹരിക്കുമ്പോൾ 3 കിട്ടും. ഈ 3 എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പൊ ഒരു ജോലി ചെയ്യാനായിട്ടുള്ള എയുടെ എഫിഷ്യൻസി എത്രയാണ്? 3. ടോട്ടൽ വർക്ക് 60 ആയിട്ട് എടുക്കാം. അപ്പൊ എയുടെ എഫിഷ്യൻസി അതില് 3 ആണ്. ഇനി 60നെ
12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടും? 5. അതായത് എയുടെയും ബിയുടെയും കൂടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 5 ആണ്. ടോട്ടൽ വർക്ക് 60 ആണ്. എയും ബിയും കൂടെ ചെയ്യുന്ന എഫിഷ്യൻസി എത്രയാണ്? 5 ആണ്. അപ്പൊ ഇതിൽ നമുക്ക് എന്താണ് ബിയുടെ മാത്രം എഫിഷ്യൻസി കണ്ടുപിടിക്കാമല്ലോ. എയുടെ എഫിഷ്യൻസി 3 കിട്ടി, എയുടെയും ബിയുടെയും കൂടെ എഫിഷ്യൻസി 5 കിട്ടി. 5-ൽ നിന്ന് 3 കുറച്ചാൽ ബിയുടെ എഫിഷ്യൻസി ആയ 2 കിട്ടും അല്ലെ. അപ്പൊ ഈ ബിയുടെ എഫിഷ്യൻസി 2 ആണ്. അപ്പൊ 60 വർക്ക്, ടോട്ടൽ വർക്ക് 60 ആണ്. ഈ 60 വർക്ക് ബി ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് ബിയുടെ എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോ 30 കിട്ടും. ടോട്ടൽ വർക്കിനെ ബിയുടെ എഫിഷ്യൻസി ആയ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടും? 30. അപ്പം ബിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് എത്ര ദിവസം വേണം? 30 ദിവസം വേണം. ആൻസർ ഓപ്ഷൻ സി ആണ്. 30 ദിവസമാണ് ബിക്ക് ഒറ്റയ്ക്ക് ജോലി പൂർത്തിയാക്കാനായിട്ട് വേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6ാമത്തെ ചോദ്യം, ഒറ്റയാനെ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ എല്ലാം വലിയ സംഖ്യകളാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്റെയൊക്കെ തുക എന്ന് എടുത്തു നോക്കാം. അക്കങ്ങളുടെ തുക എടുത്തു നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ എയില് അക്കങ്ങളുടെ തുക നോക്കാം. 2 5 7, 7 6 13, 13 3 16, 16 1 17. അപ്പൊ ഇതിന്റെ അക്കങ്ങളുടെ തുക 17 എന്ന് കിട്ടി. ബി ഓപ്ഷൻ നോക്കാം. 5 2 7, 7 1 8, 8 6 14, 14 3 17. അവിടെയും നമുക്ക് അക്കങ്ങളുടെ തുക 17 കിട്ടി. അടുത്ത നോക്കാം. 3 3 6, 6 4 10, 14 2 16 എന്നാണ് ഇവിടെ കിട്ടുന്നത്. അടുത്ത നോക്കാം. 4 3 7, 7 4 11, 11 2 13, 13 4 17. അപ്പൊ നമുക്ക് നോക്കിയേ, ഇത് മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നത്. ബാക്കിയെല്ലാം അക്കങ്ങളുടെ തുക 17 ആണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്. 33 44 2 അതിന്റെ മാത്രം തുക 16 ആണ്. അപ്പൊ ഒറ്റയാൻ ആരാണ്? ഓപ്ഷൻ സി ആണ് ഒറ്റയാനായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രാജു 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ യാത്ര ചെയ്ത ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. ഇപ്പോൾ രാജുവിന്റെ യാത്ര ഏത് ദിശയിലാണ്? നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ദിശയാണ്. നോക്കാം. രാജു 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. ആദ്യമേ 8 കിലോമീറ്റർ വടക്കോട്ട്. ഓക്കെ, ഇനി പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ യാത്ര ചെയ്ത ശേഷം, അപ്പൊ ഇവിടുന്ന് എങ്ങോട്ടാണ്? വലത്തോട്ടാകുമ്പോൾ ഇങ്ങോട്ട് വരും. വലത്തോട്ട് 2 കിലോമീറ്റർ യാത്ര ചെയ്തു. ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. അപ്പൊ ഇവിടുന്ന് എത്രയാണ്? വീണ്ടും വലത്തോട്ടാണ്, അപ്പൊ താഴേക്ക് വരും. വീണ്ടും 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. ഇപ്പോൾ രാജുവിന്റെ യാത്ര ഏത് ദിശയിലാണ്? അപ്പൊ ഇപ്പൊ ഏതാണ്? ഇതാണ് ദിശ. ഇത് ഏതാണ്? തെക്കാണ് അല്ലെ. ഇത് തെക്കോട്ടാണ് ദിശ. അപ്പൊ നമുക്ക് ഏതെന്ന് കിട്ടും? തെക്കെന്ന് കിട്ടും. ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. അപ്പൊ രാജു സൗത്ത് താഴേക്കാണ് അല്ലെ. അപ്പൊ ഇത് സൗത്ത് ദിശയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 8ാമത്തെ ചോദ്യം, ഹെല്ലോ എന്ന വാക്ക് KHOOR എന്ന് കോഡ് ചെയ്യപ്പെടുന്നു. എന്നാൽ വേൾഡ് എന്ന വാക്കിന്റെ കോഡ് എന്ത്? അപ്പൊ എന്താണ്? ഹെല്ലോ, HELLO. ഹെല്ലോ എങ്ങനെയാണ് കോഡ് ചെയ്തേക്കുന്നത്? KHOOR എന്നാണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? H+3 ആണ് എന്ത്? K വരുന്നത് അല്ലെ. അതുപോലെ E+3 ആണ് H. ഇതിനോടുകൂടി 3 ആണ് O. L-നോടുകൂടി 3 ആണ് വീണ്ടും O. അതുപോലെ ഓയോടുകൂടി 3 ആണ് R. അപ്പൊ ഇതേ മെത്തേഡ് നമുക്ക് വേൾഡിൽ നോക്കാം. WORLD. ഇതാണ് മെത്തേഡ്. അപ്പൊ ഡബ്ല്യുവിന്റെ കൂടെ 3 ചേർക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? Z എന്ന് കിട്ടും. ഇതിന്റെ കൂടെ 3 വരുമ്പോൾ Z വരും. അടുത്തത് O ആണ്. Z വരുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. കാരണം Z ഉള്ള ഓരോരോ ഓപ്ഷൻ എവിടെ ഉള്ളൂ? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. എന്നാലും നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഓയോട് കൂടി 3 ചേർക്കുമ്പോൾ നമുക്ക് 6 കിട്ടും. ഇനി 6നോട് കൂടി 3 ചേർക്കുമ്പോൾ എത്ര കിട്ടും?
യു എന്ന് കിട്ടും. എല്ലിനോട് കൂടി 3 ചേർക്കുമ്പോൾ നമുക്ക് ഒ എന്ന് കിട്ടും. അതുപോലെ ഡിയോട് കൂടി 3 ചേർക്കുമ്പോൾ ജി എന്ന് കിട്ടും. അപ്പൊ ZRUOG, ZRUOG ഇതാണ് നമ്മുടെ ആൻസർ, ഓപ്ഷൻ ഡി. ഇതിൽ നമ്മൾ ആദ്യത്തെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. WZ ഓപ്ഷനിലുള്ളത് ഒരേ ഒരെണ്ണേ ഉള്ളൂ, ഡി ആണ് ഓപ്ഷൻ. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടും. പിന്നെ ഒന്നുകൂടെ വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ 4ാമത്തെ സംഖ്യ ഏത്? തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ 4ാമത്തെ സംഖ്യയാണ് ചോദ്യം. ആദ്യത്തെ സംഖ്യ 4, രണ്ടാമത്തെ സംഖ്യ 7, മൂന്നാമത്തെ സംഖ്യ 12. നമുക്ക് നോക്കാം. 4നോട് കൂടി 3 ചേർക്കുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുന്നത്? 7 കിട്ടുന്നത്. അതുപോലെ 7നോട് കൂടി 5 ചേർക്കുമ്പോഴാണ് നമുക്ക് 12 കിട്ടുന്നത്. അപ്പോ 3, 5 ഒറ്റ സംഖ്യകളാണ് വരുന്നത് അല്ലെ. അപ്പൊ അടുത്തത് നമുക്ക് ഏത് വരും? 7 വരും. 12നോട് കൂടി 7 ചേർക്കുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? 19 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? 19, ഓപ്ഷൻ എ. 19 ആണ് നമ്മുടെ ആൻസർ. 4നോട് കൂടി 3 ചേർക്കുമ്പോൾ 7 കിട്ടും. 7നോട് കൂടി 5 ചേർക്കുമ്പോൾ 12 കിട്ടും. 12നോട് കൂടി 7 ചേർക്കുമ്പോൾ 19 കിട്ടും. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ, 19. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ പ്ലസ് എന്ന ചിഹ്നത്തെയും ബി മൈനസ് എന്ന ചിഹ്നത്തെയും സി ഡിവിഷൻ എന്ന ചിഹ്നത്തെയും ഡി ഇൻറ്റു എന്ന ചിഹ്നത്തെയും സൂചിപ്പിക്കുന്നു. എന്നാൽ 18A, 12C, 6D, 2B, 5 എത്ര സൂചിപ്പിക്കുന്നു എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഇതിൽ എന്തിട്ട് കൊടുക്കാം? ചിഹ്നങ്ങൾ ചേർത്ത് കൊടുക്കാം. 18A എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ 18A എന്താണ്? എ പ്ലസ് ആണ്. 18 പ്ലസ് വരും. അടുത്തത് 12C ആണ്. 12C ആണ്. സി എന്താണ്? സി ഡിവിഷൻ ആണ്. ഓക്കെ. അടുത്തത് 6D ആണ്. 6D ആണ്. ഡി എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റു ആണ്. അടുത്തത് 2B ആണ്. 2 എന്ന് പറയുന്നത്, ബി എന്ന് പറയുന്നത് മൈനസ് ആണ്. 2B 5, 2 മൈനസ് 5 ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കിത് ബോർഡ് മാസ് റൂൾ വെച്ച് ചെയ്യാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം. അപ്പോ 18, 12 ഭാഗം 6 എത്രയാണ്? 2 ആണ്. അപ്പൊ 12, 18 പ്ലസ് 2 ഇവിടെ എന്താണ്? ഇൻറ്റു ഉണ്ട്. ഇൻറ്റു 2 മൈനസ് 5. ഇനി എന്ത് ചെയ്യാം? നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 18 പ്ലസ് 4 മൈനസ് 5 എന്ന് കിട്ടും. 18 പ്ലസ് 4 22 ആണ്. 22 മൈനസ് 5 എത്ര വരും? ആൻസർ 17. 22 മൈനസ് 5 17 ആണ്. ആൻസർ ഓപ്ഷൻ ബി, 17 ആണ് ഉത്തരം. ഓക്കെ. തിരുവനന്തപുരം LDയുടെ മാത്സ് ക്വസ്റ്റ്യൻസ് 10 നമ്മൾ ചെയ്തത്. ബാക്കി ക്വസ്റ്റ്യന്റെ കണക്റ്റഡ് പോയിന്റ്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.